ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ഓണാഘോഷത്തിനായി സ്കൂളും പരിസരവും അലങ്കരിക്കുന്ന തിരക്കിലാണ് രാജുവും അലിയും മറ്റു കൂട്ടുകാരും. വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളുമായിട്ടാണ് അലി സ്കൂളിൽ വന്നത്. ഏതൊക്കെ വർണ്ണങ്ങളിലുള്ള ബലൂണുകളാണ് അവന്റെ കയ്യിലുള്ളത്? ഹയ്യ നുലവ്വിനു, നിറം നൽകാം. അലിയുടെ കയ്യിലുള്ള ബലൂണുകൾക്ക് കൂട്ടുകാർ നിറം നൽകുമല്ലോ. സ്കൂൾ ബലൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനിടയിൽ ഒരു ബലൂൺ മുറ്റത്തെ മരത്തിൽ കുടുങ്ങി. അലി സങ്കടത്തോടെ മരത്തിന് മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതുവഴി വന്ന ബബ്ലു തത്ത അലിയുടെ സങ്കടം കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചു. ആക്ടിവിറ്റി 1 നുകമ്മിലുൽ ഹിവാർ. നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കാം. സംഭാഷണം പൂർത്തിയാക്കാനായി കൂട്ടുകാർക്ക് ഇവിടെ 2 സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? അല ഹാദിഹി ഷജറ, ഈ മരത്തിന് മുകളിൽ. ബാലൂണി, എന്റെ ബലൂൺ. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കി നോക്കാം. ബബ്ലു തത്ത അലിയോട് എന്താണ് പറയുന്നത്? സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അലി എന്താണ് തിരിച്ചു പറയേണ്ടത്? സ്വബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബബ്ലു തത്ത അലിയോട് എന്താണ് ചോദിക്കുന്നത്? മാതാ, എന്താണ്? അപ്പോൾ അലി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അലി മരത്തിൽ കുടുങ്ങിയ തന്റെ ബലൂണിനെ നോക്കി സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ അലി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ബാലൂണി, എന്റെ ബലൂൺ. അപ്പോൾ ബബ്ലു തത്ത എന്താണ് ചോദിക്കുന്നത്? ഐന, എവിടെ? അപ്പോൾ അലി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സൂചനകളിലുള്ളത്? അല ഹാദിഹി ഷജറ, ഈ മരത്തിന് മുകളിലാണ്. അപ്പോൾ ബബ്ലു തത്ത എന്താണ് പറയുന്നത്? സൗസായിദുക, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ അലി എന്തായിരിക്കും പറയുക? നന്ദി എന്ന് പറയും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ശുക്രൻ. അപ്പോൾ ബബ്ലു തത്ത എന്താണ് പറയുന്നത്? അഫ്വൻ. ബലൂൺ കയ്യിൽ കിട്ടിയപ്പോൾ അലിക്ക് വലിയ സന്തോഷമായി. അവൻ ബബ്ലു തത്തയ്ക്ക് നന്ദി പറഞ്ഞ് പാട്ടുപാടി. ആക്ടിവിറ്റി 2 നുകമ്മിലുൽ മൻലൂം. ഈ കവിത നമ്മൾക്ക് പൂർത്തിയാക്കാം. കൂട്ടുകാർക്ക് കവിത പൂർത്തിയാക്കാനായി ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? യാ ബബഗാഇ, തത്തമ്മേ നൽ അബുദൗമൻ, നമുക്കെപ്പോഴും കളിക്കാം. അൻത ഹബീബി, നീ എന്റെ പ്രിയപ്പെട്ടവളാണ്. ഇനി നമ്മൾക്ക് കവിത പൂർത്തിയാക്കി നോക്കാം. യാ ബബഗാഇ, യാ ബബഗാഇ, അൻത സ്വദീഖി യാ ബബഗാഇ. തത്തമ്മേ, തത്തമ്മേ, നീ എന്റെ കൂട്ടുകാരിയാണ്. ഡാഷ് യാ ബബഗാഇ. എന്താണ് നമ്മൾ അവിടെ പൂർത്തിയാക്കേണ്ടത്? യാ ബബഗാഇ, യാ ബബഗാഇ, ഡാഷ് യാ ബബഗാഇ. എന്താണ് മുകളിൽ നൽകിയിരിക്കുന്നത്? അൻത സ്വദീഖി യാ ബബഗാഇ എന്നായിരുന്നു. അതേപോലെ നമ്മൾക്ക് തന്നിരിക്കുന്ന സൂചനകളിൽ എന്താണുള്ളത്? അൻത ഹബീബി യാ ബബഗാഇ. ഇനി അടുത്ത വരിയിൽ എന്താണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? മുകളിലുള്ള അതേ വരികൾ പോലെ തന്നെയാണ് നമ്മൾ അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. യാ ബബഗാഇ, യാ ബബഗാഇ, ശുക്രൻ ശുക്രൻ, ഡാഷ്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? യാ ബബഗാഇ. തത്തമ്മേ, നിനക്ക് നന്ദി. യാ ബബഗാഇ, യാ ബബഗാഇ, ഡാഷ് യാ ബബഗാഇ. ഇനി എന്താണ് സൂചനകളിൽ പൂരിപ്പിക്കാനുള്ളത്? നൽ അബുദൗമൻ യാ ബബഗാഇ. തത്തമ്മേ, തത്തമ്മേ, നമ്മൾക്കെപ്പോഴും കളിക്കാം തത്തമ്മേ. അലിയുടെ പാട്ട് മറ്റു കൂട്ടുകാരും കേട്ടു. അവർ എവിടെയാണുള്ളതെന്ന് പറയാമോ? ആക്ടിവിറ്റി 3 നുകമ്മിലുൽ ജുമൽ. വാക്യം പൂർത്തിയാക്കാം. ഒരു ഉദാഹരണം കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണത്? അൽ ഖുറാബു ഫൗഖൽ മദ്രസ. കാക്ക സ്കൂളിന് മുകളിലൂടെയാണ് പറക്കുന്നത് അല്ലേ? മുകളിൽ എന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഫൗഖ. ഇനി അതേപോലെ നമ്മൾക്ക് അടുത്തതെല്ലാം പൂർത്തിയാക്കാമല്ലോ. എന്താണ് അടുത്ത ചിത്രത്തിൽ കാണുന്നത്? അൽ ഉസ്ഫൂരു ഡാഷ് അൽ ഉർഷി. കുരുവി ഡാഷ് കൂട്. കുരുവി കൂട്ടിനുള്ളിലാണ് അല്ലേ? ഉള്ളിൽ എന്നതിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഫി. അൽ ഉസ്ഫൂരു ഫിൽ ഉർഷി. ഇനി അടുത്തതായി കാണുന്ന ചിത്രം എന്താണ്? അൽ ലഖ്ലഖു ഡാഷ് അഷ്ജറ. കൊക്ക് ഡാഷ് മരം. കൊക്ക് മരത്തിന് മുകളിലൂടെയാണ് പറക്കുന്നത് അല്ലേ? നമ്മൾ മുകളിൽ എന്നതിന് എന്താണ് പഠിച്ചിരിക്കുന്നത്? ഫൗഖ. അൽ ലഖ്ലഖു ഫൗഖ അഷ്ജറ. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ എന്താണുള്ളത്?
അൽഖൈത്തു ഡാഷ് അഷ്ഷജറ. ഒരു പൂച്ച മരത്തിന്റെ എവിടെയാണുള്ളത്? താഴെയാണ് അല്ലേ? താഴെ എന്നതിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? തഹ്ത. അൽഖൈത്തു തഹ്ത ഷജറ. അലിയുടെ പാട്ട് കേട്ട് മുറ്റത്തുണ്ടായിരുന്ന മരമുത്തശ്ശി ചിരിക്കുകയും ഫാത്തിമ ഡാൻസ് ചെയ്യുകയും ജസീം ഏറ്റുപാടുകയും ചെയ്തു. ആക്ടിവിറ്റി 4 നുലാഹിലു വനക്തുബു. നിരീക്ഷിക്കാം, എഴുതാം. എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്? മരമുത്തശ്ശി ചിരിക്കുകയാണ് അല്ലേ? ചിരിക്കുക എന്നതിന്റെ അറബി വാക്ക് എന്താണ്? കൂട്ടുകാർക്ക് താഴെ ഒരു ബോക്സിൽ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഉചിതമായവ എടുത്ത് അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? തർഖുസു ഡാൻസ് കളിക്കുന്നു, തളഹഖു ചിരിക്കുന്നു, യുൻഷിദു പാട്ട് പാടുന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? മരമുത്തശ്ശി ചിരിക്കുകയാണ് അല്ലേ? തളഹഖു ഷജറ. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ എന്താണ്? ജസീം പാട്ട് പാടുകയാണ് അല്ലേ? ഡാഷ് ജസീം. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? യുൻഷിദു ജസീം. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ എന്താണ്? ഫാത്തിമ ഡാൻസ് കളിക്കുകയാണ് അല്ലേ? ഡാൻസ് കളിക്കുക എന്നതിന് നമ്മൾ എന്താണ് പറയേണ്ടത്? തർഖുസു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരത്തിന് ആവശ്യമായ പൂക്കൾ തേടി അലിയും കൂട്ടുകാരും തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് പോയി. പല നിറത്തിലും രൂപത്തിലുമുള്ള പൂക്കൾ അവർ കണ്ടു. ഏതെല്ലാം പൂക്കളായിരിക്കും അവർ കണ്ടത്? ആക്ടിവിറ്റി 5 നുലാഹിലു വനക്തുബു. നിരീക്ഷിക്കാം, എഴുതാം. ഒരു ഉദാഹരണം കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ് നൽകിയിരിക്കുന്നത്? സമ്പഖുൻ ലില്ലിപ്പൂ. ലില്ലിപ്പൂവിന്റെ നിറം എന്താണ്? സമ്പഖുൻ അസ്ഫർ. മഞ്ഞ നിറത്തിലുള്ള ലില്ലിപ്പൂവാണ്. ഇനി അടുത്തതായി കാണുന്ന ചിത്രത്തിൽ എന്താണുള്ളത്? ഫുല്ലുൻ മുല്ലയാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഡാഷ് അബിയലുൻ. ഫുല്ലുൻ അബിയലുൻ വെള്ള നിറത്തിലുള്ള മുല്ലപ്പൂ. ഇനി അടുത്തതായി ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആമ്പൽ പൂവാണ് അല്ലേ? ആമ്പൽ പൂവിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? നൗഫറുൻ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? നീല നിറത്തിലുള്ള ആമ്പൽ പൂ. നൗഫറുൻ അസ്റഖുൻ. ഇനി അടുത്തതായി ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു റോസാപ്പൂവാണ് അല്ലേ? റോസാപ്പൂവിന് എന്താണ് പറയുന്നത്? വർദുൻ. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂ. ഡാഷ് അഹ്മർ. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? വർദുൻ അഹ്മറുൻ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.